ഇന്നലെ രാത്രിക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ പകൽ മീറ്റിംഗ് അനേക പ്രിയപ്പെട്ടവർക്ക് വിടുതലായി വന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്ക് നന്ദി. എല്ലാ മഹത്വവും ദൈവത്തിന്. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒന്ന് രണ്ട് ചെറിയ ദൈവാലോചനകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നടക്കേണ്ടുന്ന എല്ലാ വിടുതലും പകൽ നടന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സംസാരിക്കേണ്ടത് ആവശ്യമാകിയ ചില കാര്യങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായി നമ്മുടെ മുമ്പിലൊന്ന് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളായത്. ഹല്ലേലൂയ. ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അപ്പോഴുണ്ടാകുന്ന ഒരു ചോദ്യം, എന്തുവായി ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ നിങ്ങൾ അനുഭവിച്ചേ? അങ്ങോട്ട് ചോദ്യമുണ്ട്. എങ്ങനെയായി അനുഭവിച്ചേ? അപ്പോൾ പലപ്പോഴും ഈ ദൈവ സാന്നിധ്യത്തുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് പദങ്ങളും തുടർന്ന് നന്നായിരിക്കും. അതിനകത്ത് ഒരു പദം ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസം എന്നെ സ്പർശിക്കാനിടയായി തീർന്നു. അത് ഒരു തിയോളജിക്കൽ ടേമാണ്. ചിലർക്കത് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന പദമാണ്. അതിനകത്തൊന്ന് ഓംനി പ്രസൻസ് എന്ന് പറഞ്ഞ ഓംനി പ്രസൻസ്, സർവവ്യാപി എന്ന് പറഞ്ഞ സർവവ്യാപി. ജീസസ് ചേർത്ത് പറഞ്ഞ സർവവ്യാപി. താങ്ക് യു. സർവവ്യാപി. പക്ഷെ പലർക്കും ഈ സർവവ്യാപിയായ ദൈവത്തിൻ്റെ ആ സാർവത്രികമായ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പലർക്കും ഇത് തിരിച്ചറിയണമെങ്കിൽ എന്താ പറയുക, നമ്മുടെ പ്രസംഗ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോഴാണ് പലപ്പോഴും പലർക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവാത്മാവ് ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നത് ഹോളിനകത്ത് മാത്രം സാന്നിധ്യത്തിൽ നടത്താൻ വേണ്ടി അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് നിന്റെ ഓൾ ലൈഫിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് നടക്കുവാൻ പരിശുദ്ധ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ നിർബന്ധിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, സർവവ്യാപി. കർത്താവ് എവിടെയെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല ഉളവായത്. എവിടെയെല്ലാം ദൈവം ഉണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ ഉളവാക്കപ്പെട്ട എന്തെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ദൈവ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പലപ്പോഴും ഇതിനോട് പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഇതിനോട് വീണ്ടും വരണം, നമ്മൾ ഇതിനോട് പ്രതികരിക്കാറുമില്ല. ശ്രദ്ധിച്ച് എന്ത് ചെയ്യും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ദൈവസാന്നിധ്യം ഉണ്ടോ ഇല്ലയോ? സ്കൂളിൽ ദൈവസാന്നിധ്യം, കാരണം അവൻ സർവവ്യാപിയാണ്. സ്കൂളിൽ ദൈവസാന്നിധ്യം ഉണ്ടോ? ഉറക്കെ പറഞ്ഞ്. കോളേജിൽ ദൈവസാന്നിധ്യം ഉണ്ടോ? IT പാർക്കിൽ ദൈവസാന്നിധ്യം ഉണ്ടോ? പക്ഷെ നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് കൈയടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞോ? നമുക്കിത് പറയണമെങ്കിൽ നമുക്ക് ഇവിടെ ചില സെറ്റപ്പൊക്കെ ഉണ്ടായി, ദൈവദാസന്മാരൊക്കെ വന്ന് ദൈവ സാന്നിധ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് ചാർജ് ആക്കുമ്പോഴാണ് ഇത് നമ്മളുടെ അകത്ത് ഒന്ന് അനുഭവിക്കാൻ പറ്റുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ വ്യക്തിപരമായി ഈ എന്താ പറയുന്ന പോകുന്ന യാത്രയിൽ അവൻ എല്ലാം ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് ഞാൻ ആ പദം പറയുന്നത് ഓർത്തോണം. ഈ മോശ ജനിച്ചത് ഈ സർവ്വസാന്നിധ്യത്തെ കുറിച്ച് പദം പറയുക. മോശ ജനിച്ചത് അടിമ വീട്ടിൽ, അടിമത്തത്തിന്റെ ഇടയിൽ, അതായത് കഷ്ടപ്പാടിന്റെ നടുവിൽ ജനിച്ച മോശ. പക്ഷെ ജനിച്ചു വീണ മോശയെ നോക്കി അപ്പനും അമ്മയും പറഞ്ഞൊരു പദമുണ്ട്, ഇവൻ അതിസുന്ദരൻ. ഒന്നെനിക്ക് മനസ്സിലായി, ഈ അടിമത്തത്തിന്റെ ഇടയിൽ അപ്പനും അമ്മയും കഴിച്ച പ്രോട്ടീൻ പൗഡറിന്റെ ബലമല്ല ഇവനെ സുന്ദരനാക്കിയിരിക്കുന്നത്.
നിന്നെക്കുറിച്ചുള്ള നിയോഗത്തെ ദൈവത്തിന് മുൻകൂട്ടി അറിഞ്ഞിട്ട് നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് പോലും ചലിക്കുന്ന ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് പകൽ ഇതിന് ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അമ്മയുടെ അതാണ് ആമേൻ ദാവീദൊക്കെ പറഞ്ഞത്. ആമേൻ നിയമിക്കപ്പെട്ട നാളിൽ ഞാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവിടെ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ കണ്ണ്, ദൈവത്തിന്റെ നോട്ടം അവിടെ മുതലേ പ്രിയ ദൈവത്തിലെ നിന്റെ മേൽ കിടപ്പുണ്ടെന്ന. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നീ മനസ്സിലാക്കണ്ട. ശ്രദ്ധിച്ചേ മോശം, നീ വിചാരിക്കരുത് 3 മാസം നിന്നെ ഒളിപ്പിച്ചു വെച്ചത് അമ്മയെ സൂക്ഷിപ്പോ അമ്മയുടെ കാവലോ അല്ല നിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ. ഇന്ന് പകൽ പറയും, നിന്നെ സൂക്ഷിക്കുന്നത് സർവ്വവ്യാപിയാണ്. നിന്റെ അപ്പനുണ്ടാക്കിയ ഞാങ്ങണപ്പെട്ടകത്തിന്റെ ബലമല്ല ഇന്ന് പകൽ നീ ജീവനോടെ ഇരിക്കുന്നത്. നിന്റെ അപ്പച്ചൻ തേച്ചു പിടിപ്പിച്ച ആ കീലിന്റെ ബലത്തിലല്ല ഇന്ന് പകൽ നീ ജീവിച്ചിരിക്കുന്നത്. നിന്നെ നൈൽ നദിക്കകത്ത് ഒഴുക്കി വിട്ടപ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകൾ അവിടെ കുളിക്കുവാൻ വരികയും ആമേൻ എന്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ പോകുന്ന ആ പെട്ടകം ഒഴുകി അവളുടെ അടുക്കലൊക്കെ വരുന്നത് ഒരു സാധാരണ കണ്ണുകൊണ്ട് നീ കാണരുത്. അദൃശ്യതയിൽ എവിടെയോ തിരമാലകളിൽ പോലും വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് നിന്നെ തട്ടി അവിടെ കൊണ്ടെത്തിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. അതാ ഇന്ന് പകൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത്, നീ നന്നായി വണ്ടി ഓടിക്കുന്നത് കൊണ്ടൊന്നുമല്ല, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതും കൊണ്ടല്ല ഇന്ന് പകൽ നീ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ആമേൻ. ഓ സ്തോത്രം. എവിടെയൊക്കെയോ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ മാത്രം പ്രതികരിച്ചാൽ മതി. ജീസസ്, ആമേൻ. പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകന്റെ കയ്യിൽ നിന്നും നിന്നെ സൂക്ഷിക്കുന്ന ദൈവ സാന്നിധ്യം. ശ്രദ്ധിച്ചേ. എന്നാൽ ഇന്ന് പകൽ നീ കാണാത്ത സാന്നിധ്യത്തെ വേണമെങ്കിൽ നിനക്ക് ഒഴിവാക്കി കടന്നു പോകാം. പക്ഷെ 80 വർഷത്തോളം നീ അറിയാതെ നിന്നെ നടത്തിയ ദൈവം നിന്റെ നിയോഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി അവൻ ചിലപ്പോൾ നിന്റെ മുമ്പിൽ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ മുൾപ്പടർപ്പിൽ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പോഴവൻ ഇറങ്ങിയതല്ല. കഴിഞ്ഞ ഒരു 80 വർഷത്തോളം നീ അറിയാതെ ഞാങ്ങണപ്പെട്ടകത്തിന്റെ മറവിൽ നീ അറിയാതെ പലയിടത്തും സൂക്ഷിച്ച് നിന്നെ നടത്തിയ ആ ദൈവ സാന്നിധ്യമാണ് ഇപ്പോൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 80 വർഷം നിനക്ക് ഇതിനോട് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പകൽ മാനിഫെസ്റ്റ് ചെയ്ത് വെളിപ്പെടുന്ന അതിനോട് നീ പ്രതികരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനോട് പ്രതികരിക്കുമ്പോഴാണ് നിന്റെ നിയോഗത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാ ഈ ദിവസങ്ങളിൽ ഇത് പറയുന്നത്? ചിലർക്ക് മുമ്പിൽ ചിലർ അറിയാതെ അവരെ നടത്തുന്ന ദൈവ സാന്നിധ്യം, ചിലർ അറിയാതെ അവരെ കൊണ്ടുപോകുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ അറിയത്തക്കവണ്ണം അവരുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന കാഴ്ച, കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, കാതുകൊണ്ട്. ജീസസ്. വായ്കൾ തുറന്ന് അല്പസമയം പ്രാർത്ഥിച്ചോ, കരങ്ങളെ തട്ടി അല്പസമയം ആത്മാവിൽ ആരാധിച്ചോ. കർത്താവിന്റെ കൃപ ഇന്ന് പകലൊന്ന് ചലിക്കാൻ, ഇന്ന് പകലവൻ ചിലർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ. ജീസസ്. ഒരു പദം കൂടെ പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചേ. പൗലോസെ സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് നീ നിൽക്കുന്നത് സ്തേഫാനോസുമായിട്ട് 100-300 മീറ്റർ അകലത്തിലായിരിക്കാം. 300 മീറ്റർ അകലത്തിൽ കല്ലേറ് കൊല്ലുന്ന സ്തേഫാനോസ് കാണുന്നത് മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച അവൻ കാണുന്നത്. പക്ഷെ പൗലോസ് നിനക്കത് കാണാൻ പറ്റുന്നില്ല. അപ്പം നീ പോലും അറിയാതെ ഒരു സാന്നിധ്യത്തിന്റെ അകത്താണ് നീ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നു? നീ പോലും അറിയാത്ത ഒരു സാന്നിധ്യത്തിന്റെ അകത്താണ് നീ നിൽക്കുന്നത്. പക്ഷേ നിന്റെ നിയോഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി നീ അറിയാതെ നിന്റെ പുറകെ വന്ന ദൈവം ദമസ്കോസിൽ നിനക്ക് കാണത്തക്കവണ്ണം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഓ ആമേൻ. അവിടെ നിന്റെ ജീവിതം വഴിത്തിരിയാനിടയായി തീരും. ആമേൻ. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നീ അറിയാതെ ആക്സിഡന്റുകളിൽ നിന്ന് നിന്നെ സൂക്ഷിച്ച്, രോഗങ്ങളിൽ നിന്ന് നിന്നെ സൂക്ഷിച്ച്, അപകടങ്ങളിൽ നിന്ന് നിന്നെ സൂക്ഷിച്ച ആ ദൈവത്തിന്റെ കട്ടിയേറിയ മേഘം ഈ ദിവസങ്ങളിൽ കാണത്തക്കവണ്ണം ചിലർക്ക് വെളിപ്പെട്ട് കരങ്ങളെ തട്ടി ശാന്തരാജരാധന കാണത്തക്കവണ്ണം വെളിപ്പെട്ട്
നിന്റെ നിയോഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ജയം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ഹോളിനകത്ത സാന്നിധ്യം മാത്രമല്ല. അപ്പൊ ആരുടെ മുമ്പിലാണ് ഇത് വെളിപ്പെടുന്നെന്ന് ചോദിച്ചാൽ, ഈ പുറത്ത് സാന്നിധ്യത്തിനകത്ത് ജീവിക്കുന്ന കുറെ ആൾക്കാർ അകത്ത് വരുമ്പോൾ ദൈവത്തിന് ഭയങ്കര ഇഷ്ടം. മനസ്സിലാവുന്ന തോന്നാമേ, പുറത്ത് സാന്നിധ്യത്തിൽ ജീവിക്കുന്നവൻ അകത്ത് വരുമ്പോൾ ദൈവത്തിന് ഭയങ്കര ഇഷ്ടം. അപ്പൊ അകത്തും പുറത്തും ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു തലമുറയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ചില ദൂതുകൾ കൂടെ തൊട്ടോട്ടെ. ഇന്ന് രാത്രിയിലെ ചെറിയ ചില ചിന്തയ്ക്കായി വാക്യം എബ്രായ ലേഖനം. അതാ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം തരുന്നത് വളരെ പരിചയമുള്ള വാക്യം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. കാണാതെ ഒരുപാട് തവണ വായിച്ചിട്ടുള്ളത്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ച് സഹായിച്ചോട്ടെ. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്ന ദൂത് ഒരു പ്രസംഗത്തെക്കാൾ ഉപരി ദൈവം എന്നോട് സംസാരിച്ച കുറെ വെളിപ്പാടുകൾ. അമ്മേ, അപ്പൊ അതിനെ ഒന്ന് പിടിക്കാൻ ഇന്ന് രാത്രി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അത് പിടിക്കുന്ന സമയത്ത് തന്നെ ചിലതൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയേണ്ടിയും വരും. മനസ്സിലാവുന്നുണ്ടോ? വർഷങ്ങളായി നമ്മുടെ അകത്ത് എന്റെ മൈൻഡിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ദൈവം കളഞ്ഞിട്ടാണ് പുറകെ ചില സംഗതികൾ ദൈവം ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആമേൻ. അപ്പോ ഇതിനകത്ത് ദൈവത്തിന്റെ വചനം ചേർന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം, ഉറക്കെ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഇത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് പ്രാണനെ, ആത്മാവിനെ, സന്ധിമജ്ജകളെ വേർപിടിവിക്കും വരെ തുളച്ച് ചെല്ലുന്നതാണ്. ഉണ്ടെന്നില്ല ഒന്ന് പറഞ്ഞേ, തുളച്ച് ചെല്ലുന്നതാണ്. അത് ഹൃദയത്തിലെ ചിന്തനങ്ങളെ, അത് ഭാവങ്ങളെ വിവേചിക്കുന്നതാണ്. ചേർന്ന് പറഞ്ഞേ, ഈ വചനത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ തൊടുന്ന വിഷയം ദൈവത്തിന്റെ വചനം എന്നൊരു വിഷയത്തെയാണ് ഇന്ന് രാത്രി തൊടാൻ കർത്താവ് എനിക്കൊരു നിർബന്ധം തരുന്നത്, ഒരു നിയോഗം തരുന്നത്. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, എന്റെ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഞാൻ 10 വർഷങ്ങൾ തികച്ചു. ആത്മീയ ശുശ്രൂഷയിൽ ഈ 10 വർഷത്തിനിടയിൽ ഈ ഗിഡയോൻസിന്റെ ഫ്രീ ബൈബിൾ തുടങ്ങി എന്താ പറയുന്നത്, ഈ 1,00,000 രൂപ വരെയുള്ള ബൈബിൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ബൈബിൾ എടുക്കാൻ പറഞ്ഞപ്പോ എല്ലാരും S2-ഉം എന്തോ പറയുന്നത്, നമ്മുടെ ഐപോഡും ആപ്പിളും ഒക്കെ പൊക്കി കാണിക്കുന്നു. തെറ്റല്ല, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സാങ്കേതിക വിദ്യകൾ മാറുമ്പോൾ ഇത് മാറി വരുന്നു. ശരി, നമ്മുടെ പ്രൊജക്ടറിൽ കൂടെ വചനം കാണിക്കാറുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചേ, ഉപയോഗിച്ച് തേഞ്ഞ ബൈബിൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ബൈബിൾ കണ്ടിട്ടുണ്ട്. എന്റെ ഹൃദയത്തിനകത്തുണ്ടായ ഒരു ചോദ്യം, ഇത് എങ്ങനെ വാളാകുന്നേ? ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു തല്ലു കൊടുത്ത മുറിയൂ? മിണ്ടുന്നില്ല. എന്ത് പറ്റില്ല? അപ്പൊ ഒരു ചിന്ത എന്റെ മനസ്സിന് ദൈവം എടുത്തു കളഞ്ഞൊരു ചിന്ത. എവിടെയോ എന്റെ മനസ്സിനകത്തൊരു ചിന്ത വന്നു കയറി, ഇങ്ങനെ ഒരു കോപ്പി സ്വർഗത്തിലുണ്ടെന്ന്. ഇങ്ങനെ ഒരു കോപ്പി അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ സംശയം അത് NIV ആണോ KJV ആണോ? എന്തൊന്നും മിണ്ടാത്ത. മലയാളത്തിൽ ഓരോ ദിവസവും ഓരോ ബൈബിൾ ഇറക്കുക. ഇതെല്ലാം കൂടെ വെക്കാൻ ഒരു ഷെൽഫ് സ്വർഗത്തിലുണ്ടോ? കന്നഡ ബൈബിൾ അവിടെ ഇല്ലേ? മിണ്ടുന്നില്ല. എന്ത് പറ്റി എല്ലാവർക്കും? നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ? ഉപദേശ പക്ഷെ ഒന്നും പ്രസംഗിക്കത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറിയാൽ, ആമേൻ, ഇന്ന് രാത്രി നിങ്ങളൊന്ന് കുറെ കൂടെ ഒന്ന് ഫ്രീ ആയി കർത്താവിനോടുള്ള ബന്ധത്തിൽ. ആമേൻ. നമ്മളെ ദൈവം വിളിച്ചത് റിലീജിയസ് ആകാൻ വേണ്ടിയല്ല, ദൈവം നമ്മളെ വിളിച്ചത് സ്പിരിച്വൽ ആകാൻ വേണ്ടിയാണ്. മിണ്ടുന്നില്ല. ഞാൻ സ്നേഹിക്കുന്നത് ബൈബിളിനെ അല്ല,
ഞാൻ സ്നേഹിക്കുന്നത് ബൈബിൾ പറയുന്ന യേശുവിനെയാണ്. എത്ര പേർക്ക് ഇതിന് ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സ്നേഹിക്കുന്നത് ബൈബിളിനെ അല്ല, ഞാൻ സ്നേഹിക്കുന്നത് ബൈബിൾ പറയുന്ന യേശുവിനെയാണ്. ആമേൻ. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ. ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. ഒറിജിനൽ പദം ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്തോ പുസ്തകങ്ങൾ. പക്ഷേ ഈ പുസ്തകത്തെ 2000 വർഷങ്ങളായിട്ടും ഇന്ന് പകൽ മൂർച്ച കുറയാതെ സൂക്ഷിക്കുന്നത് ഇത് പ്രിന്റ് ചെയ്ത പേപ്പറിന്റെ ഗുണമല്ല, ഇതിനകത്തൊരു വാള് കിടപ്പുണ്ട്. ആമേൻ. ഇന്ന് പകൽ ഇതിനകത്തുനിന്നൊരു വാളിറങ്ങി പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. ആ വാൾ ഇന്ന് പകൽ നിന്റെ പ്രാണന്റെ അകത്തേക്ക് കയറി വരണം. ആ വാൾ ഇന്ന് പകൽ നിന്റെ അസ്ഥികളെ മജ്ജകളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചേരണം. ഇന്ന് പകൽ ആ വാൾ ചില സർജറികൾ ഇവിടെ ചെയ്യണം. ഇന്ന് രാത്രി ആ വാൾ ചിലരെ ഓപ്പറേറ്റ് ചെയ്യണം. ഇന്ന് രാത്രി ആ വാൾ ചില രോഗങ്ങളെ എടുത്ത് പുറത്തു കളയണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ചേർന്ന് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ വചനം. ഓ ശ്രദ്ധിച്ചേ. അപ്പൊ സ്വർഗത്തിൽ ഉണ്ടായിരിക്കുന്ന വചനം ഏതാണ്? എനിക്ക് ഈ ദിവസങ്ങൾ അതിനൊരു ഉത്തരം പറയാനുണ്ട്. സ്വർഗത്തിൽ ഇരിക്കുന്നത് ബൈബിൾ അല്ല, സ്വർഗത്തിൽ ഇരിക്കുന്നത് വചനമാണ്. ആമേൻ. മനസ്സിലാകുന്നു തോന്നുന്നു. ആമേൻ. അതേത് വചനമാണ് ഈ രാത്രി ഞാൻ പറയാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എന്തുവാ? ഇത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പേ, പത്രോസ് ലേഖനം എഴുതുന്നതിന് മുമ്പേ, പൗലോസ് ലേഖനം എഴുതുന്നതിന് മുമ്പ് വചനം മിണ്ടുന്നില്ല. വചനം 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 ദൈവത്തോട് വചനം വചനം ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ വന്ന് പാർത്തു. ആ വചനത്തിന്റെ പേര് ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നത് ഈ പുസ്തകമല്ല, ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ്. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ്. Come on, come on. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പുറപ്പെട്ടു വരുന്ന വാൾ ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? നമ്മുടെ വിഷയം ഞാൻ ആ ദൂതിലേക്ക് ഇറങ്ങട്ടെ. ഈ വേദപുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് 3-ാം അധ്യായം മുതൽ പഠിപ്പിക്കുന്ന ഒരു ദൈവിക ഉപദേശത്തിന്റെ കൺക്ലൂഷനാണ് ഞാൻ ഈ വായിച്ച വാക്യം. വേദപുസ്തകത്തിന്റെ പ്രശ്നം, നമ്മൾ ഒരു വാക്യം വായിച്ചാൽ എന്താണെന്ന് പിടികിട്ടത്തില്ല. ഇത് ഈ എഴുതുമ്പോൾ സത്യത്തിൽ ഒരു കത്തായിട്ടാണ് എഴുതി വന്നത്. എന്തോ ഒരു കത്തായിട്ട് ഒന്ന് പറഞ്ഞ കത്തായിട്ട് എഴുതി. ഇതിന് അധ്യായങ്ങളും ഇല്ലായിരുന്നു, വാക്യങ്ങളും ഇല്ലായിരുന്നു. പണങ്ങരുത്, അധ്യായങ്ങളും ഇല്ലായിരുന്നു. ഇതൊരു കത്തായിട്ട് എഴുതി. കൊരിന്ത്യർ ലേഖനം, എബ്രായ ലേഖനം ഒരു കത്തായിട്ട് എഴുതി. ഈ കത്തെന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും മനസ്സിലാകത്തില്ല. കാര്യം ഇന്നല്ലേ മൊബൈലും ഇന്റർനെറ്റും അല്ലേ. പക്ഷെ എനിക്ക് മനസ്സിലാവും. ഞങ്ങളൊരു ഗ്രാമത്തിലെ ആളാണ്. എൻ്റെ പപ്പ മിലിറ്ററിയിലായിരുന്നു. അപ്പം മമ്മിക്ക് ആഴ്ച ഒരു കത്ത് പപ്പ എഴുതും. അമ്മേ എന്താ ചെയ്യണമെന്ന് അറിയാമോ? മമ്മി ഒരാഴ്ച മുഴുവൻ എഴുതിയ കത്ത് മമ്മി ഒന്ന് പിൻ ചെയ്തു. എന്നിട്ട് റോയ് ബ്രദറെ ഇത് മമ്മി അങ്ങ് അധ്യായങ്ങളുമാക്കി, ചാപ്റ്ററുമാക്കി. മിണ്ടുന്നില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു, നീ അവിടെ പോണം. എവിടെ പോണം? മിണ്ടുന്നില്ല. എന്ത് പറ്റിയില്ല? നിങ്ങൾ ഗൗരവത്തിലിരിക്കാതെ നീ അവിടെ. പിന്നെ ഞങ്ങൾ മിടുക്കന്മാരായതുകൊണ്ട് ഞങ്ങൾ വേദപുസ്തകം മൊത്തം തപ്പിയിട്ട് ഒരു 5 നീ എവിടെ പോണം കണ്ടുപിടിച്ചു. ഉൽപ്പത്തിയിൽ നീ എവിടെ പോണം, സംഗീതം നീ എവിടെ പോണം, സങ്കീർത്തനത്തിൽ നീ എവിടെ പോണം, ഇന്നത്തെ എന്റെ പ്രസംഗം നീ എവിടെ പോണം. ജനത്തിനൊന്നും കിട്ടത്തില്ലെന്ന് ഞാൻ ഈ പറയുന്നത്. അമ്മേ, ഈ നീ എവിടെ പോണമെന്ന് മനസ്സിലാക്കണം. ഈ കത്ത് മുഴുവൻ വായിക്കണം. കത്ത് മുഴുവൻ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, എടി എൻ്റെ ഒരു കൂട്ടുകാരൻ പന്തളത്ത് വന്നിട്ടുണ്ട്, ഞാൻ നിനക്കൊരു സാരി കൊടുത്തു വിട്ടിട്ടുണ്ട്, നീ അവിടെ പോണം. അത്രേ ഉള്ളൂ വിഷയം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനെ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ വചനത്തിന് ചെയ്യാൻ പറ്റുന്നത്. എന്താന്നും മിണ്ടാത്തത്? നിങ്ങളൊന്നും ഭയങ്കര ഗൗരവത്തിലായല്ലോ. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇതിനകത്ത് ഞാൻ ഈ ദൂതുകൾ പ്രസംഗിക്കുമ്പോഴല്ലേ എന്റെ കൊതി ഇതെന്താ പറയുന്നത്, അതങ്ങനെ പറയാനുള്ള കൊതിയിൽ ഇന്ന് രാത്രി സംസാരിക്കും. ശ്രദ്ധിച്ചേ. അപ്പോ എല്ലാവരുടെയും കയ്യിൽ സത്യത്തിൽ ഇന്ന് ബൈബിൾ ഉണ്ട്. എന്റെ ചോദ്യം, 1-ാം നൂറ്റാണ്ടിലെ സഭ ആരാധിക്കാൻ വന്നപ്പോൾ അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? പറഞ്ഞില്ല.
പറഞ്ഞേ. പൗലോസേ, 14 ലേഖനങ്ങൾ അങ്ങയുടെ കയ്യിലായിരുന്നോ അങ്ങയുടെ ഹൃദയത്തിലായിരുന്നോ? വരട്ടെ, വീണ്ടും എന്ത് പറ്റി എല്ലാവർക്കും? സ്തോത്രം. പത്രോസേ, ലേഖനം അങ്ങയുടെ കയ്യിലായിരുന്നോ ഹൃദയത്തിലായിരുന്നോ? മത്തായി, സുവിശേഷം അങ്ങയുടെ കയ്യിലായിരുന്നോ ഹൃദയത്തിലായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. കാലം പഴകിയപ്പോൾ ഇത് നമ്മുടെ കയ്യിലായി. ആമേൻ. ഇത് നമ്മുടെ പ്രൊജക്ടറിലായി, ഇത് നമ്മുടെ ഐഫോണിലായി. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇതില്ല. ആമേൻ. എന്നാൽ ഈ തലമുറയിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അന്ത്യകാലത്തിന്റെ പ്രത്യേകത, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും. ആ ഹൃദയത്തിൽ ഞാൻ എന്റെ വചനത്തെ, കമോൺ കമോൺ കമോൺ, മനസ്സിലാകുന്നവർ പ്രതികരിച്ചു. കമോൺ കമോൺ. ജീസസ് ജീസസ്. ചേർന്ന് ചേർന്ന്. ഞാൻ എന്റെ വചനത്തെ അവരുടെ ഹൃദയത്തിൽ എഴുതും. പ്രിയരെ, ഇന്ന് രാത്രി ഈ പുസ്തകം ചുമക്കുന്ന കാരണത്താൽ അല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ പുസ്തകത്തിലെ വാളിനോട്, ഈ പുസ്തകത്തിലെ വചനത്തോട് പ്രതികരിക്കാൻ നീ തയ്യാറാകുമ്പോഴാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. കമോൺ കമോൺ. മതത്തിന്റെ ആളുകൾ ഈ പുസ്തകത്തെ ബഹുമാനിക്കുമ്പോൾ, ഈ പുസ്തകം പട്ടിൽ പൊതിഞ്ഞ് ഈ പുസ്തകത്തെ പൂജിക്കുമ്പോൾ, ആത്മീയന്റെ പ്രത്യേകത, ഇവൻ പുസ്തകത്തെ അല്ല സ്നേഹിക്കുന്നത്, പുസ്തകം പറയുന്ന യേശുവിനെ. കമോൺ കമോൺ. പിടികിട്ടുന്നുണ്ടോ പറയുന്നേ? എന്ന് പറഞ്ഞ് നാളെ ഇത് ശരിയായിട്ട് മനസ്സിലായ ആള് പറയും, റൈസം ബ്രദർ നാളെ വചനത്തിനെതിരെ പ്രസംഗിച്ചു. അല്ല, ഞാൻ വചനത്തിനെതിരല്ല, ഞാൻ വേദപുസ്തകത്തിന് എതിരല്ല. പക്ഷേ കുറെ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ കുറെ കൂടെ ആഴത്തിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ ദൂതനെ തുടരുന്നത്. ആമേൻ. ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രിയിൽ ഇതെങ്ങനെ വാളാകും? ശ്രദ്ധിച്ചേ, എന്തിനാണ് ഈ വചനം ദൈവം നമുക്ക് തന്നത്? ഉണ്ടായിരുന്ന ഒരു വചനമുണ്ട്. ഒന്ന് പറഞ്ഞേ. ആദിയിൽ എന്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്ന വചനം. ആമേൻ. ആ വചനം ക്രിസ്തു. ഉണ്ടായിരുന്ന വചനത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ എഴുതപ്പെട്ട വചനം. മനസ്സിലാവുന്നു തോന്നുന്നു. എന്തിനായി പുസ്തകം? ഉണ്ടായിരിക്കുന്ന വചനം. ഉണ്ടായിരുന്ന വചനം. ആ വചനത്തെ നിനക്ക് മനസ്സിലാക്കാൻ ഈ വചനം. ആമേൻ. ഈ വചനത്തിൽ കൂടെ നീ ആ വചനത്തെ മനസ്സിലാക്കണം. ഈ വചനത്തിൽ കൂടെ നീ ആ വചനത്തിന്റെ അടുക്കലെത്തണം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ ഇത് കൊണ്ട് നടക്കുന്നതല്ലാതെ നമ്മൾ ആ വചനത്തിന്റെ അടുക്കലേക്ക്, ഓ പത്രോസേ, യോഹന്നാനെ, എന്താ നിന്നിൽ സംഭവിച്ചത്? ഞങ്ങളുടെ കണ്ണ് കണ്ട വചനം, ഞങ്ങളുടെ കൈ തൊട്ട വചനം, തൊടാൻ പറ്റുന്ന വചനം, കാണാൻ പറ്റുന്ന വചനം, കേൾക്കാൻ പറ്റുന്ന വചനം. ഇന്ന് രാത്രിയിൽ ഈ വചനം ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വചനം ഇന്ന് രാത്രി മാനിഫെസ്റ്റ് ചെയ്യാൻ ഇവിടെ ചിലത് കാണാൻ കാണും. ആമേൻ. ഇവിടെ ചിലത് കേൾക്കാൻ കാണും. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ഈ വേർഡ് മാനിഫെസ്റ്റ് ചെയ്താൽ അത് രോഗശാന്തിയായി വെളിപ്പെടും. ഈ വേർഡ് മാനിഫെസ്റ്റ് ചെയ്താൽ അത് ഭൂതശാന്തിയായി വെളിപ്പെടും. ഈ വേർഡ് മാനിഫെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് വെറും പുസ്തകം. മാനിഫെസ്റ്റ് ചെയ്താൽ ഇത് വചനമാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആമേൻ. ഈ വചനം ഉണ്ടായിരുന്നു. ഇനി ഈ വചനം നമ്മളിൽ എങ്ങനെയാണ് ആമേൻ പ്രവർത്തിക്കുന്നത് ഞാൻ പറയാം. ശ്രദ്ധിച്ചോ, ഇത് വചനമാണ്. ഈ വചനം കൊണ്ട് നടക്കുമ്പോൾ എന്ത് ഗുണം എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ചേ, ഇത് എഴുതപ്പെട്ട വചനമാണെന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. പക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത് പറയപ്പെട്ട വചനമാവും. എന്തുവാവും? എഴുതപ്പെട്ട വചനം പറയുമ്പോൾ അത് നിങ്ങളുടെ ചെവിയിലെത്തുമ്പോൾ കേൾക്കപ്പെട്ട വചനമാകും.
ശ്രദ്ധിച്ച്, ഉണ്ടായിരുന്ന വചനം, എഴുതപ്പെട്ട വചനം, പറയപ്പെട്ട വചനം, കേൾക്കപ്പെട്ട വചനം. ആമേൻ. ഈ കാതിൽ ഈ വചനം എത്തുമ്പോൾ ഇത് മനുഷ്യന്റെ വചനമായി നിങ്ങൾ കേൾക്കരുത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, സാക്ഷാൽ ആകുന്നത് പോലെ. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയത്തില്ല. സാക്ഷാൽ ആകുന്നത് പോലെ നീ കേൾക്കാൻ തുടങ്ങിയാൽ ഇതൊരു ശബ്ദമായി തല്ല, ഇതൊരു വാളായിട്ട് നിന്റെ അകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഇതൊരു പ്രാണനെ, ജീസസ് ജീസസ് കം ഓൺ, ഇതൊരു വാളായി നിന്റെ അകത്ത് ഇറങ്ങാൻ തുടങ്ങും. നിന്റെ മജ്ജയുടെ അകത്ത്. സ്വത്രം 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 സ്വത്രം. ഞാൻ ആവർത്തിക്കാം. ഉണ്ടായിരുന്ന വചനം, ഈ വചനം എവിടെയാ കിടക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഈ വചനം എവിടെയാ ഇരിക്കേണ്ടത്, അവിടെയാണ് റിസൾട്ട് ഉണ്ടാകാമോ. ശ്രദ്ധിച്ചേ, ഈ വചനം എവിടെയാണ് പിടിക്കേണ്ടത്? ഈ വചനം പിടിക്കേണ്ടത് കയ്യിലല്ല. ഈ വചനം ആമേൻ വഹിക്കേണ്ടത് ഹൃദയത്തിന്റെ അകത്താണ്. എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. ആമേൻ. ഉണ്ടായിരുന്ന വചനം, ആമേൻ. എഴുതപ്പെട്ട വചനം, കേൾക്കപ്പെട്ട വചനം, ആമേൻ. ഈ വചനം കേൾക്കുമ്പോൾ ഒരു വാളായി നിന്റെ അകത്തേക്ക് വരണം. ആമേൻ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെന്റെ അസ്ഥിക്കൊരു ബലം. ഈ വചനം എവിടെ കിടക്കണം എന്നറിയോ വെച്ചാ, അസ്ഥിക്കകത്ത് കിടക്കണം. പിടി കിട്ടുന്നുണ്ടോ? ഇത് സൂക്ഷിക്കേണ്ടത് മജ്ജയുടെ അകത്താ. എല്ലാം പിടി കിട്ടുന്ന അറിയത്തില്ല. സ്വത്രം സ്വത്രം സ്വത്രം. ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ ആവർത്തിക്കാം. ഉണ്ടായിരുന്ന വചനം പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഉണ്ടായിരുന്ന വചനം എന്താ പറഞ്ഞ? ഉണ്ടായിരുന്ന വചനം, ആദിയിൽ വചനം, പക്ഷെ ഭൂമി പാഴും ശൂന്യവും. ഉണ്ടായിരുന്നു, പക്ഷെ പ്രത്യേകിച്ചൊന്നും. കൈ സംഗതിയൊക്കെ ഉണ്ട്, മിണ്ടുന്നില്ല. പക്ഷെ ഇപ്പോഴും പാഴും. കൈ സംഗതിയൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴും ഒരു ഇരുട്ട്. മിണ്ടുന്നില്ല. എന്ത് പറ്റി? സ്വത്രം സ്വത്രം. ഈ ഉണ്ടായിരുന്ന വചനം എപ്പോഴാണ് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഉണ്ടായിരുന്ന വചനം പിതാവിന്റെ വായിൽ കൂടെ പുറപ്പെടാൻ തുടങ്ങി. വെളിച്ചം ഉണ്ടാകട്ടെ. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ഇന്ന് രാത്രി നിന്നിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ നീ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ പോരാ. ഇതിൽ നിന്നും നീ പറയാൻ ശ്രമിക്കുക, നീ വായി തുറന്ന് പറയാൻ ശ്രമിക്കുക. ഇന്ന് പകൽ അത് പുറപ്പെടട്ടെ. സ്വത്രം 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 സ്വത്രം. മനസ്സിലാവുന്നോ പറയുന്നത്? എല്ലാവരുടെയും കയ്യിൽ എന്തോ ഉണ്ട്? സ്വത്രം. ഇതിനെ മാറിയെടുക്കാൻ ഇന്ന് രാത്രി പറ്റണം. ഇതിനൊരു വാളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക്. ഞങ്ങളുടെ അടുത്ത് ഒരമ്മച്ചിയുടെ മോൻ ഗൾഫിൽ പോയി. ഒറ്റ മോന ഗൾഫിൽ പോയിട്ട് അവരുടെ പട്ടിണി മാറുന്നില്ല, അവരുടെ സങ്കടവും മാറുന്നില്ല. നാട്ടുകാരെല്ലാം ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി, അവൻ എനിക്ക് പൈസ അയച്ച് തരത്തില്ല. നാട്ടുകാരെ വിളിച്ച് അവനോട് ചോദിച്ചു, എടാ പൈസ അയക്കാറില്ലേ? ഞാൻ എല്ലാ മാസവും അയക്കാറുണ്ട്. അമ്മച്ചിയോടൊന്ന് ചോദിച്ചു, അമ്മച്ചി പൈസ കിട്ടാറില്ലേ? അറിയാവുന്നൊരു സംഭവം. ആമേ ഇല്ല. പിന്നെ എന്തുവാണ് തരുന്നത്? അവൻ കുറെ പേപ്പർ അയച്ചു തരാറുണ്ട്. അവൻ കുറെ പേപ്പർ അയച്ചു തരാം. കാണിച്ച് പേപ്പർ കാണാൻ പറഞ്ഞു. എല്ലാ മാസവും മുടങ്ങാതെ ഒരു 25,000 രൂപയുടെ ചെക്ക് ചെറുക്കൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അമ്മച്ചിയുടെ ധാരണ ഇതെന്താ? ഇത് നിനക്കെന്തെങ്കിലും ഗുണമുണ്ടാകണമെങ്കിൽ കൗണ്ടറിൽ കൊടുത്ത് മാറണം. ready? ഇതിനെ സൗഖ്യമായൊന്ന് മാറിയെടുക്കാൻ, ഇതിനെ വിടുതലായൊന്ന് മാറി. ഇടിച്ചിന്ന പകൽ കൗണ്ടറിൽ കയറണം. ഇന്ന പകൽ ഇതിനെ മാറണം. അങ്ങനെ തൊടുന്നു, ചിലർ മാറുന്നു. ഇന്ന പകൽ ചിലർ വിടുതലായി മാറിയെടുക്കുക, ചിലർ സൗഖ്യമായി കരങ്ങളെ തട്ടി ആത്മാവിൽ പോരാടി വായുകൾ തുറന്ന് സ്വത്രം 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 സ്വത്രം. ഇന്ന് പകൽ നിന്റെ വിടുതലിന്റെ ചെക്ക് നീ മാറണം. നിന്റെ സൗഖ്യത്തിന്റെ ചെക്ക് നീ മാറണം. നിന്റെ ശാപത്തിന്റെ പൊട്ടിക്കുന്ന ആ ചെക്കിനെ ഇന്ന് പകൽ നീ മാറണം. നിന്റെ അനുഗ്രഹത്തിന്റെ ചെക്ക് ഇന്ന് പകൽ നീ മാറണം. ഇനി ഒരു പുസ്തകമായി ഇതിനെ കൊണ്ടു നടക്കരുത്. ഇതിനെ
കൊടുക്കുക. ഇത് നിന്റെ ഏകത്ത്. ഓ സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. പിടികിട്ടുന്നല്ലേ? എന്നാണ്ടൊക്കെ പിടികിട്ടുന്നു. ഞാൻ ഈ ദിവസങ്ങൾ തന്നെ മാറിയെടുക്കാനുള്ള ശ്രമത്തിലായിരിക്കുന്നു. ഇത് മുഴുവൻ എന്റെ അപ്പച്ചൻ എനിക്ക് അയച്ച എന്നിട്ട് ആളുകൾ പറയുക, ഓ ഒരു സൗഖ്യമില്ല, നീ മാറാത്തോണ്ട. ഇതും വെച്ചോണ്ടാ ചില ഡോക്ടറെ കാണാൻ പോകുന്നത്. ആമേൻ ആമേൻ. ഇന്ന് പകൽ ഇതും വെച്ചോണ്ടാ ചില ഡോക്ടറെ കാണാൻ പോകുന്നത്. ആമേൻ. ഇന്ന് പകൽ ഇത് നീ മാറണം പ്രിയപ്പെട്ടവരെ. ഇനി ഇതൊരു പുസ്തകമായിട്ട് ഇരിക്കരുത്. ഇനി പിടികിട്ടി വചനം പിടികിട്ടി. നിന്റെ സൗഖ്യം ഇതിനകത്തുണ്ട്, നിന്റെ വിടുതൽ ഇതിനകത്തുണ്ട്, നിന്റെ അനുഗ്രഹം ഇതിനകത്തുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർ ഇന്ന് രാത്രി ഇതിനെ മാറാൻ തയ്യാറാ? അമ്മേ, ഇതെങ്ങനെ മാറിയെടുക്കുന്നത് ഞാൻ പറയാൻ പോവാ. കർത്താദാസന്മാർ പറഞ്ഞു ഇതൊരു ഹീലിംഗ് മിനിസ്ട്രിയും കൂടെ സംഭവം അല്ലേ? ആമേൻ. ഇതൊരു ഹീലിംഗ് മിനിസ്ട്രിയുടെ സംഭവം. സൗഖ്യം എങ്ങനെ ആക്കാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഒരു രോഗിയെ കാണാൻ പോയി, ഞാൻ എഴുന്നേപ്പിച്ചിട്ട് വന്നേനെ. ആമേൻ. പക്ഷേ ഇത് മാറിയെടുക്കേണ്ട കുറെ സംഗതി എനിക്കറിയാം. ആമേൻ. ഞാൻ മനഃപൂർവ്വം സൗഖ്യമാകാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടില്ല. പക്ഷെ വചനം മാറിയെടുത്തവൻ സൗഖ്യമാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓ പിടികിട്ടുന്നുണ്ട്. ആമേൻ. ഇന്ന് പകൽ ഈ വചനം വിശ്വസിക്കാൻ, ഈ വചനം മാറാൻ രണ്ട് കാര്യം നീ ചെയ്യണം. ഇത് അയച്ചവൻ ആരെന്നറിയണം. എന്നിട്ട് ആ ചെക്കിനകത്ത് വിശ്വാസത്തിന്റെ ഒരൊപ്പം കൂടിടണം. ആമേൻ. ഓ കമാൻ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ജീസസ് 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 കമാൻ. താണ്ടെ ആരൊക്കെയോ ഒപ്പിടുന്നു, ആരൊക്കെയോ വിശ്വാസത്തിന്റെ പേരെടുത്ത് ഈ രാത്രി ഒപ്പിടുന്നു. ഓ പ്രാപിച്ചോ പ്രാപിച്ചോ. സൗഖ്യം നടക്കുന്നുണ്ട്, സൗഖ്യം നടക്കുന്നുണ്ട്. മുഴകൾ മാറുന്നുണ്ട്, ക്യാൻസറുകൾ മാറുന്നുണ്ട്. ഈ രാത്രി വിശ്വസിക്ക്, ഒപ്പിട്ടെടുക്കുക. Amen. 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 ഈ ചെക്ക് മാറിയെടുക്കേണ്ട ഏക ഘടകം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ. കമാൻ. ആരാ ഇന്ന് പകൽ പറയുന്നേ? വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ, വിശ്വസിച്ചാൽ. പിടികിട്ടുന്നുണ്ടോ? ഒരൊപ്പ് ഇന്ന് രാത്രി ഇടണം വെച്ചാ ഈ പേപ്പറിനകത്ത്. എന്നിട്ട് നേരെ കൗണ്ടറിൽ കൊടുത്തോണം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ക്യാഷ് കയ്യില എന്ന് പറഞ്ഞ സൗഖ്യം നിന്റെ കയ്യില. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വിടുതൽ നിന്റെ കയ്യില. വ്യക്തമായി പുറപ്പെടാൻ വചനം തയ്യാർ. വിശ്വാസത്തിന്റെ ഒപ്പിടാൻ നീ തയ്യാറാണോ? ആമേൻ. രക്തസ്രാവക്കാരി. ആമേൻ ആമേൻ. വചനം പുറപ്പെടാൻ തയ്യാർ. ഒപ്പിടാൻ നീ തയ്യാറാണോ? ജീസസ്. എനിക്കറിയാം ഇന്ന് പകൽ ഇതിനകത്ത് രോഗശാന്തിയുടെ ഒരു അഭിഷേകത്തെ അയക്കാൻ പോകുക. പകൽ ആമേൻ. പകൽ അയച്ചതിൽ നിന്ന് വ്യത്യസ്തമായി വചനത്തിന് ബന്ധനമില്ല. ബന്ധനമില്ലാത്ത വചനം, ഇരുവഴിത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, പ്രാണനെ ഭേദിക്കുന്ന വചനം, ഇന്ന് പകൽ പുറപ്പെടുന്ന വചനം. പ്രാപിച്ചോ 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 പ്രാപിച്ചോ. വിശ്വാസത്തിന്റെ ഒപ്പിട്ട് ഇന്ന് മകൻ നിന്റെ സൗഖ്യം പ്രാപിക്കുക, നിന്റെ വിടുതൽ പ്രാപിക്കുക, നിന്റെ നന്മ പ്രാപിക്കുക. Jesus, Jesus, Jesus,
ജീസസ്. ഈ വചനം ഒന്ന് മാറിയെടുക്കാൻ പഠിപ്പിച്ചിട്ട് വേണം. ആമേൻ. നാളെ രാവിലെ കട്ടിയേറി അടുത്തൊരു വെളിപ്പാട് പറയാൻ. ആമേൻ. ആമേൻ. കരവേറി അടുത്ത വെളിപ്പാട് തുടങ്ങുമെങ്കിൽ ഇത് കേട്ടാ പോരാ, ഇതിനെ മാറിയെടുക്കാൻ. ആമേൻ. പിടികിട്ടിയവർക്കായി സ്തോത്രം. ഇന്ന് പകൽ കേട്ടിട്ട് പോകാനല്ല, മാറിയെടുക്കാൻ. ജയം, ജയം. Jesus. Jesus. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. ഈ വചനം പുറപ്പെട്ടാലും പ്രത്യേകിച്ചൊന്നും നടക്കത്തില്ല. അമ്മേ, ഈ വചനം എനിക്ക് 30-35 വയസ്സായിട്ടുള്ളൂ. വചനത്തിന് എന്തുമാത്രം പ്രായം ഉണ്ടെന്നറിയോ? വല്ല അറിയോ വെച്ചാ വചനത്തിന് എന്തുമാത്രം പ്രായം കാണും? ഒരു 40 വയസ്സ്. ആദിയിൽ എന്ന് പറഞ്ഞ അങ്ങേറ്റത്ത് എവിടെ നമുക്കറിയത്തില്ല. പക്ഷെ ആ ആദി കിടക്കുന്ന വചനം ഈ 35 വയസ്സുള്ള ഞാനോട്ടെന്താ ബന്ധം? ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഈ പ്രായമുള്ള ആളുകളടുത്ത് കൊച്ചു പിള്ളേർ കളിക്കാൻ വന്ന ഞങ്ങൾ പറയണ പ്രായം നോക്കി വേണം കളിക്കാൻ, തരത്തിൽ പോയി കളിക്കാൻ പറയും. അമ്മേ, ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ അനാദി നിത്യതയ്ക്കകത്ത് കിടക്കുന്ന ആ വചനവും ഈ 35 വയസ്സുമായിട്ടുള്ള ഞാനുമായിട്ട് എന്താ ബന്ധം? കർത്താവിനോട് പറഞ്ഞു, ഇതൊന്ന് കേട്ടിട്ട് കൈയടി. കർത്താവിനോട് പറഞ്ഞു, നീയുമായിട്ടല്ല ബന്ധം. ആമേൻ. ആ വചനത്തോളം പ്രായമുള്ള വചനത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് കിടപ്പുണ്ട്. ആമേൻ. പിടികിട്ടെന്ന് തോന്നുന്നു. യേശുവിന്റെ ആത്മാവ്, വചനത്തിന്റെ ആത്മാവ്. ഓ, സ്തോത്രം, 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 സ്തോത്രം. തൊടുന്നുണ്ടെന്ന് പകൽ എല്ലാവർക്കും ഒന്നും പ്രസംഗം വിടുതലാകത്തില്ല. പക്ഷെ വചനത്തിന്റെ ആത്മാവകത്തുള്ളവന്, അവൻ വചനത്തിന്റെ ആത്മാവ് അകത്ത് ചലിക്കുന്നവന് പ്രാപിച്ചേ, പ്രാപിച്ചേ. വേണ്ട, ഇന്ന് പകൽ ആരുടെ അവൻ വചനത്തിന്റെ ആത്മാവ്. ഓ, ഓ, ഇതൊരു പ്രസംഗമല്ല, ഇതൊരു വെളിപ്പാട്, ഇതൊരു വെളിപ്പാട്. ഇതിനെ പിടിക്കാൻ പറ്റിയാൽ ഇന്ന് പകൽ ഇവിടെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. എന്നെ ഈ വചനവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് വചനത്തോളം പ്രായമുള്ള വചനത്തിന്റെ ആത്മാവിനെ ദൈവം എന്റെ അകത്തിട്ടിട്ടുണ്ട്. ഞാൻ തെളിയിക്കാം. ശ്രദ്ധിച്ചേ, കണ്ടതോ? ശ്രദ്ധിച്ചേ. ഇതൊരു ഭയങ്കര റിവൈവൽ സെക്ഷൻ ഒന്നും അല്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം നിങ്ങളെ. ആമേ, നാളെ പകലൊക്കെ ഭയങ്കര സംഭവങ്ങൾ നടക്കാനിരിക്കുക. കർത്താവ് ചിലത് ചെയ്യാനിരിക്കുക. ആമേ, അതിനുവേണ്ടി ഗ്രൗണ്ട് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ആമേ, ഈ വചനത്തോട് ശരിയായി പ്രതികരിക്കാൻ ഒരു തലമുറയൊന്ന് ശരിയാക്കിക്കോട്ടെ. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. ആദിയിലുണ്ടായിരുന്നു, പക്ഷെ പാഴ്ശൂന്യമായിരുന്നു. അവിടെ വചനം പുറപ്പെട്ടു. ഈ പുറപ്പെടുന്ന വചനത്തെ വെളിച്ചമാക്കി മാറ്റണമെങ്കിൽ വചനത്തിന്റെ ആത്മാവിന് മാത്രമേ ഇതിനെ വെളിച്ചമാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? വചനം പുറപ്പെടുന്നതിന് മുമ്പേ ദൈവം ഒരു കാര്യം ചെയ്തു. ആമേൻ. ഇരുളുണ്ടായിരുന്നെങ്കിലും ആ ഇരുളിന്റെ മീതെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. ഓ, സ്തോത്രം, 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 സ്തോത്രം. ഉണ്ടോ? ഇന്ന് പകൽ ഈ ആത്മാവിലാണ് വചനം വന്ന് വീഴേണ്ടത്. എന്തിനാ ബ്രദറെ ചിലപ്പോഴൊക്കെ കരങ്ങളെ തട്ടി ആരാധിക്കാൻ പറയുന്നേ, കരങ്ങളെ തട്ടി അന്യഭാഷ പറയാൻ സംസാരിക്കുന്നേ? ഈ വചനത്തെ നിന്റെ അകത്തുകൊണ്ട് കണക്ട് ചെയ്യിപ്പിക്കാൻ, ഈ വചനത്തെ നിന്റെ അകത്ത് കൊണ്ടുവന്നിടാൻ, ഈ വചനത്തെ നീയുമായിട്ട് ബന്ധിപ്പിക്കാൻ. ഓ, സ്തോത്രം, 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 സ്തോത്രം. ഉണ്ടോ? വചനത്തെ നീയുമായിട്ട് ബന്ധിപ്പിക്കാൻ
ഇന്ന് പകൽ ഏബൽ ബ്രദറെ, നീ എങ്ങനെ സൗഖ്യമാകുമെന്ന് ഞാൻ പറയാം. നിന്നിൽ എങ്ങനെ വിടുതൽ നടക്കുമെന്ന് പറയാം. നിന്റെ മേൽ പരിവർത്തിക്കുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. ആ ആത്മമണ്ഡലത്തിന് വചനത്തോളം പ്രായമുണ്ട്. ആ ആത്മമണ്ഡലത്തെ നോക്കി ഞാൻ പറയുന്നു, സൗഖ്യമാകട്ടെ. നിന്റെ അസ്വസ്ഥതകളുള്ള ശരീരത്തിൽ മേൽ ദൈവാത്മാവ് വ്യാപരിപ്പിക്കുന്ന ആ ആത്മമണ്ഡലത്തിലാണ് എന്റെ വചനം വന്ന് വീഴുന്നത്. വചനവും ആത്മാവും കൂട്ടിയിടിച്ചാൽ, വചനവും ആത്മാവും കൂട്ടിയിടിച്ചാൽ അവിടെ തീപ്പരിച്ചു തരുന്നത് പോലെ, തീപ്പരിച്ചു തരുന്നത് പോലെ. ജീസസ്, ജീസസ്. ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കുന്ന ആരുടെയോ മേൽ വചനം വന്ന് വീഴുന്നു, ആരുടെ മേൽ വചനത്തിന്റെ ശക്തി വന്ന് വീഴുന്നു, ആരുടെ മേൽ വചനത്തിന്റെ ശക്തി വീഴുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിടികിട്ടുന്നുണ്ടോ പറയുന്നേ? അമ്മേ ശ്രദ്ധിച്ചു കേട്ടെ. ഈ വചനം വന്ന് വീഴുന്ന ആത്മമണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ വചനം വീണാൽ വെളിച്ചമുണ്ടായിരിക്കും, സൗഖ്യമുണ്ടായിരിക്കും, വിടുതൽ ഉണ്ടായിരിക്കും. കാരണം വചനത്തിന്റെ പ്രത്യേകത, റൈസം ബ്രദർ വന്നാൽ വെറുതെ പോകും, പക്ഷെ വചനം ഒരിക്കൽ പുറപ്പെട്ടാൽ അതിന് വെറുതെ മടങ്ങി വരാൻ പറ്റത്തില്ല. അതിന് വെറുതെ മടങ്ങി വരാൻ പറ്റത്തില്ല. അയച്ച കാര്യം സാധിക്കാതെ, ഇന്ന് പകൽ അയച്ച കാര്യം സാധിക്കാതെ, ഇന്ന് പകൽ അയച്ച കാര്യം സ്വത്രം പ്രാപിച്ചേ, പ്രാപിച്ചേ. കഴിഞ്ഞ 10-20 ദിവസമായി നിങ്ങൾ കേൾക്കുന്ന വചനം അത് വെറുതെ വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും. ഇവിടുത്തെ ആരും അതിനെ സ്വീകരിച്ചില്ലെങ്കിലും, ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന 1000-ഓ 1200-ഓ പേരിൽ ആരും ഈ വചനത്തെ സ്വീകരിച്ചില്ലെങ്കിലും വചനം വെറുതെ വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വചനത്തിന്റെ മറ്റൊരു പ്രത്യേകത, വചനം പുറപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞേ, പറഞ്ഞേ. ഞാൻ പ്രസംഗിക്കുന്ന ആത്മാവ് സർവ്വവ്യാപിയാണ്, ദൈവം സർവ്വവ്യാപിയാണ്. പക്ഷെ വചനം സർവ്വവ്യാപിയല്ല. വചനം ആവശ്യക്കാരന്റെ അടുത്തേക്ക് പുറപ്പെട്ടു വരുന്നതാണ്. ആമേൻ. പിടികിട്ടുന്ന തോന്നുന്നു. ആമേൻ. അവൻ പുറപ്പെട്ടു വരും. നിനക്ക് ആവശ്യമെങ്കിൽ നിന്റെ അടുക്കലേക്ക്, അവൻ നിന്റെ വീട്ടുകാർക്ക് ആവശ്യമെങ്കിൽ അവിടെ. അതുകൊണ്ട് ഇവിടെ രാവിലെ പ്രസംഗിച്ചപ്പോൾ അബുദാബിയിൽ ചലനം നടന്നത് വചനം പുറപ്പെടുകയായിരുന്നു. ഓ, വചനം, വചനം, വചനം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ശ്രദ്ധിച്ചേ, വചനത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാനതിനെ എങ്ങനെ പറയാം? നമ്മുടെ വീട്ടിൽ ഗോ ടി വി ഉണ്ടല്ലോ. ഗോ ടി വി എവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നറിയോ? എവിടെ സുൽപാസ്? എനിവേ, അവിടത്തെ സിഗ്നലുകൾ ഇവിടെ നിന്റെ ടി വിയിൽ എങ്ങനെ നീ കാണുന്നേ? നിന്റെ ടി വിക്ക് അത് റിസീവർ ഇരിപ്പുണ്ട്. ഈ റിസീവറാണ് ഈ സിഗ്നലിനെ ക്യാച്ച് ചെയ്യുന്നത്. ഈ വചനത്തെ ക്യാച്ച് ചെയ്യുന്ന ഒരാത്മമണ്ഡലം എന്ന റിസീവർ. ആമേൻ. പിടികിട്ടുന്നത്? ആമേൻ. ഒരാത്മാവെന്ന റിസീവർ നിന്റെ അകത്ത് ഇതിന് അവരെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ വെറുതെ വരത്തില്ല. കമോൺ, ഇന്ന് പകൽ ചില റിസീവറുകൾ യേശുവിൻ നാമത്തിൽ റിസീവ് ചെയ്യട്ടെ. പ്രാപിച്ചോ, പ്രാപിച്ചോ. കൂട്ടവിടുതലുകൾ, 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 കൂട്ടവിടുതലുകൾ. ഓ, ഓ, ജീസസ്, ജീസസ്. അല്പസമയം ആത്മാവിൽ ആരാധിച്ച് ഒരാത്മമണ്ഡലത്തെ തുറന്നേ. ശക്തിയെ ഒരാത്മമണ്ഡലം തുറക്കപ്പെടട്ടെ, ഒരാത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. ഒറ്റ വചനം വെറുതെ വരാതെ, ഒറ്റ ദൂതും വെറുതെ വരാതെ, മുഴുവനും ചാടി പിടിക്കുന്ന, മുഴുവനും റിസീവ് ചെയ്യുന്ന, മുഴുവനും പ്രാപിക്കുന്ന. ഓ, ഓ,
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇനി വചനത്തിന്റെ പ്രത്യേകത. ഇവിടെ ഇവിടെ വചനം പുറപ്പെട്ടു, ഇവിടെ ആരും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് വചനം വെറുതെ പോവോ? മിണ്ടുന്നില്ല. വചനം വെറുതെ പോവോ? ഇവിടെ ഞാൻ പറയുന്നു സൗഖ്യമാകട്ടെ. ഇവിടെ ആരും സൗഖ്യമായില്ല, പക്ഷെ വചനം വെറുതെ പോവോ? വചനത്തിന് വെറുതെ പോകാനൊക്കത്തില്ല. ഇവിടുത്തെ 500 പേരുടെ മേൽ 1 വട്ടം കറങ്ങും. ഇതിനാരെങ്കിലും വിശ്വാസത്തിന്റെ ഒപ്പിടുന്ന നോക്കും. ആമേൻ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വചനം പതിയെ പുറത്തിറങ്ങും. ഈ വചനം ബാംഗ്ലൂരിലൊന്ന് കറങ്ങും. ആരെങ്കിലും ഒപ്പിടാനുണ്ടോ നോക്കും. ഇല്ലെങ്കിൽ പതിയെ കേരളത്തിലൊന്ന് കറങ്ങും. ആമേൻ, ആമേൻ. ഇന്ത്യയിൽ കറങ്ങും. വെറുതെ വരാനൊക്കത്തില്ല. ലോകത്തിലെ എവിടെയെങ്കിലും പോയി ഒരുത്തനെ സൗഖ്യമാക്കാതെ തൊടുന്നു, തൊടുന്നു. വചനത്തിന്റെ ആത്മാവ്, വചനത്തിന്റെ ആത്മാവ്, വചനത്തിന്റെ 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 ആത്മാവ്. This is something major. This is something powerful. Come on, come on. വചനത്തിന്റെ, എന്റെ വചനത്തിന്റെ, എന്റെ വചനത്തിന്റെ വചനത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഞാൻ അയക്കുന്നു. ഇന്ന് പകൽ ഞാൻ അയക്കുന്നു. ചിലത് നീ കാണാത്ത മണ്ഡലത്തിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി നടക്കുന്നു, നിനക്ക് വേണ്ടി നടക്കുന്നു. പ്രാപിച്ചേ പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ ചുമ്മാ നല്ലൊരു ദൂത് പറയുന്നേ. ഇതെവിടെയോ ഹിറ്റ് ചെയ്യും, ഇതെവിടെയോ ഇടിക്കും, ഇതെവിടെയോ ബ്ലാസ്റ്റ് ആകും, ഇതെവിടെയോ പൊട്ടും. പ്രാപിച്ചേ, 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 പ്രാപിച്ചേ. ഇന്ന് പകൽ ആരുടെയോ മേൽ വചനം ലാൻഡ് ചെയ്യുന്നു, വചനം ലാൻഡ് ചെയ്യുന്നു, വചനം ലാൻഡ് ചെയ്യുന്നു, സൗഖ്യം ലാൻഡ് ചെയ്യുന്നു, വിടുതൽ ലാൻഡ് ചെയ്യുന്നു. Receive. Radalabana, Shagadaladana, Puramanadana, Halajanadana. എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണമാക്കല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമത്രേ. The manifested man of God, the manifested man of God. Oh, oh. ഇത് ഇവിടെ മാത്രമല്ല ഞങ്ങളെ വിടുതലുണ്ടാക്കുന്നേ. 5 വൻകരയിൽ എവിടെയെല്ലാം ഈ വചനം കേൾക്കുന്നു, അവിടെയെല്ലാം വചനം പുറപ്പെടട്ടെ. TV സ്ക്രീനിൽ കൂടെ, ലാപ്ടോപ്പിൽ കൂടെ വചനം പുറപ്പെടട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, ട്യൂമറുകൾ മാറട്ടെ, ബന്ധനം അഴിയട്ടെ. Receive, 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 receive. Oh, oh.
പിതാവേ, യേശു പറയുന്നു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്ക് വെളിപ്പാടിന് ആമേൻ പറയണം. ശ്രദ്ധിച്ചേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ അകത്തിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ, കൈയും കാലുമുള്ള ഒരാളല്ല നിന്റെ അകത്തിരിക്കുന്നത്. അവൻ വചനമായി നിന്റെ അകത്തിരുന്ന് വചനമായി പുറപ്പെട്ട് ഓ, come on, 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 come on. നിന്റെ അകത്ത് വചനമായിരുന്നു, വചനമായി പുറപ്പെട്ട്, വചനമായി പോയി, വചനമായി സൗഖ്യം കൊടുത്ത്, വചനമായി വിടുതൽ കൊടുത്ത്. പ്രാപിക്കും പ്രിയനെ, ഇന്ന് മകൾ വചനം പുറപ്പെടുന്നു, വചനം പുറപ്പെടുന്നു, വചനം പുറപ്പെടുന്നു. ഒന്നെനിക്കറിയാം, ഇവിടെ നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നീ വിട്ടേച്ച് വന്ന വീടിന്റെ അകത്ത്, നീ വിട്ടേച്ച് വന്ന കുടുംബത്തിന്റെ അകത്ത്, നീ വിട്ടേച്ച് വന്ന ഭവനത്തിന്റെ അകത്ത് വചനത്തെ ഞാൻ അയക്കും, ഞാൻ വചനം അയച്ചു വിടുവിക്കും. തീ 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 തീ, ഇത് പാറയെ തകർക്കുന്ന ചുറ്റിക, ഇത് ഇരുവായ്ത്തലയുള്ള വാൾ. തീയ തീയ, പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഇത് തീയ തീയ, ഇത് തീയാണ്, ഇത് തീയാണ്. Somebody respond, somebody respond. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയത്. പ്രാണന്, ആത്മാവിനെ, സന്ധി മജ്ജകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നത്, ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ, ഭാവങ്ങളെ വിവേചിക്കുന്നത് വചനത്തിന്റെ തീ. വമ്പൻ ശാപങ്ങൾ ഇവിടെ പൊളിഞ്ഞു മാറുന്നു, വമ്പൻ ശാപങ്ങൾ ഇവിടെ പൊളിഞ്ഞു മാറുന്നു. ഇവന്റെ അകത്ത് ചെയ്തെടുത്ത് അഴിയട്ടെ, അഴിയട്ടെ ബോണ്ടേജുകൾ.
Come on, Pastor. നസ്രയനാകുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. വചനം ഞാൻ അയക്കും, വചനം ഞാൻ പുറപ്പെടുവിക്കും. പുറപ്പെട്ടാൽ വെറുതെ വരത്തില്ല, പുറപ്പെട്ടാൽ വെറുതെ വരത്തില്ല. ഇന്ന് രാത്രി പുറപ്പെട്ടാൽ വെറുതെ വരത്തില്ല. Come on, are you ready to receive? Are you ready to receive? ഞാൻ അയക്കും എന്റെ വചനത്തെ, ഞാൻ വയക്കും എന്റെ വചനത്തെ. കാണാൻ നിൽക്കണ്ട, പ്രാപിക്ക്. നീ കാണാൻ നിൽക്കണ്ട. ഇത് കാണാൻ പറ്റത്തില്ല, ഇത് കേൾക്കാൻ പറ്റത്തില്ല. എന്റെ വചനം ഞാൻ അയക്കും. Come on, get ready, get ready. മേജർ സൗഖ്യങ്ങൾ, ക്യാൻസറുകൾ സൗഖ്യമാകുന്നത്, ട്യൂമറുകൾ മാറിപ്പോകുന്നത്, മുഴകൾ മാറിപ്പോകുന്നത്, ഭൂതങ്ങൾ വിട്ടുപോകുന്നത്. ജീസസ്. പ്രാപിക്ക്, 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 പ്രാപിക്ക്. പിശാചേ, ഇത് നിന്റെ രാത്രിയല്ല, ഇത് വചനത്തിന്റെ രാത്രി, ഇത് വചനത്തിന്റെ രാത്രി, ഇത് വചനത്തിന്റെ രാത്രി, ഇത് വചനത്തിന്റെ രാത്രി, ഇത് വചനത്തിന്റെ രാത്രി. Get out! All the evil spirit, get out! All the demonic power, get out! Get out! Get out! All the cancer, get out! All the bondages, get out! പ്രാപിച്ചേ, പ്രാപിച്ചേ, പ്രാപിച്ചേ പ്രിയരെ, പ്രാപിച്ചേ പ്രിയരെ. Amen. ഞാൻ വചനം അയക്കും, ഞാൻ വചനത്തെ അയക്കും, ഞാൻ വചനത്തെ പുറപ്പെടുവിക്കും. നിന്റെ അകത്ത് വചനമായിരുന്നു, വചനമായി പുറപ്പെട്ട് വചനമായി ചെന്ന് വിടുതൽ ചെയ്യുന്ന യേശു. ആദിയിലെ വചനം. Oh, oh, oh. Oh, Jesus, 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 Jesus. ഇന്ന് രാത്രി പറയുന്നു, വർഷങ്ങൾ പഴകിയ അസ്ഥി രോഗങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പുറപ്പെടാൻ പോകുന്നു. വസ്ത്രങ്ങൾ പഴകിയ അസ്ഥി രോഗങ്ങളുടെ മേൽ ഇന്ന് രാത്രി എന്റെ വചനം പുറപ്പെടാൻ പോകുന്നു. ആമേൻ. എനിക്ക് അസ്ഥി താഴ്വരയിൽ സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ നിന്നെയല്ല വേണ്ടേ, വചനം പറയുക, വചനം പറയുക. അസ്ഥി അസ്ഥിയോട് വന്ന് ചേരട്ടെ. കമാണെല്ലാം കണർച്ച. ചില ചെയ്യട്ടെ. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ ഒന്നുമല്ല വചനം പോകുന്നത്. ആമേൻ. ഇനിയും പ്രസംഗിക്കാൻ ഇൻട്രൊഡക്ഷൻ പോലും തീരാതെ ഞാൻ ഇവിടെ നിൽക്കുന്നേ. പക്ഷെ ഇന്ന് പകൽ എന്നോട് പറയുന്നു, മതി, ഞാൻ സൗഖ്യമാക്കാൻ പോകുന്നു. മതി, ഞാൻ വിടുവിക്കാൻ പോകുന്നു. മതി, ഞാൻ ഇറങ്ങാൻ പോകുന്നു. മതി, എന്റെ കരം കാണാൻ പോകുന്നു. മതി, ഞാൻ സൗഖ്യമാക്കാൻ പോകുന്നു.
Send your power, oh Lord our God. Send your power, oh Lord our God. Send your power, oh Lord our God. ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവം ഞാൻ സൗഖ്യമാകാൻ പ്രാർത്ഥിച്ചപ്പോഴൊന്നും ഒന്നും നടന്നിട്ടില്ല. പക്ഷെ വചനം പുറപ്പെട്ടപ്പോൾ ഞാൻ കണ്ടു 40 മുഴയുള്ള ചിക്കു സൗഖ്യമാകുന്നത്, സ്ട്രെച്ചറിൽ കിടന്നവനെ നിൽക്കുന്നത്. അതുപോലെ ഒരു ആത്മമണ്ഡലം ഇപ്പോൾ എനിക്കറിയാം. എന്താ ദൈവം ചെയ്യുന്നു? എന്താ ദൈവം ചെയ്യുന്നു? ജീസസ്. You are the God that healeth me. You are the Lord, my healer. You sent your word and you heal my disease. You are the Lord, my healer. You sent your word and you heal my disease. You are the Lord. ഈ രാത്രി ഫിസിക്കൽ ഹീലിംഗ് ആവശ്യമുള്ളവർ, പരിശുദ്ധാത്മാവിന്റെ വിശേഷ നിയോഗത്തോടെ ഒരു ഫിസിക്കൽ ഹീലിംഗ് ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി. എന്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്, എന്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്, എനിക്കൊരു ഫിസിക്കൽ ഹീലിംഗ് ആവശ്യമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിനെ, ഈ പേപ്പറിനെ ഒപ്പിടാൻ ഒരു വിശ്വാസത്തിന്റെ പേന കയ്യിലെടുക്കാവോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. തലമുറകളില്ലാത്ത ചില പ്രിയപ്പെട്ടവരുടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരമിറങ്ങുന്നു. ഇന്നേക്ക് കൃത്യം 3 മാസത്തിന്റെ അകം ഇതൊരു പ്രവചനം. ആമേൻ. നിന്റെ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ജീസസ്, ജീസസ്. ശ്രദ്ധിച്ചേ, ഒത്തിരി കാര്യങ്ങൾ പ്രസംഗിക്കാൻ ഇന്ന് രാത്രി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ നിയോഗത്തിനകത്ത് ഞാൻ നിൽക്കട്ടെ. പറഞ്ഞ വചനം പുറപ്പെട്ടാൽ, പറഞ്ഞ വചനം പുറപ്പെട്ടാൽ വെറുതെ മടങ്ങി വരത്തില്ല. അത് വചനത്തിന്റെ സ്വഭാവം. പറഞ്ഞ വചനത്തിന്റെ സ്വഭാവം. എന്താ വചനത്തിന്റെ സ്വഭാവം? ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. പിന്നെ എന്ത് ചെയ്യും? അയച്ച കാര്യം സാധിപ്പിക്കും. ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ശ്രദ്ധിച്ചേ, നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഭാഷ ഒരു മിനിറ്റ് വന്നേ. എന്റെ വചനത്തിന്റെ പ്രത്യേകത അതൊട്ട് പുറപ്പെട്ടാൽ വെറുതെ വരത്തില്ല. പക്ഷെ അതിന്റെ അർത്ഥം ഇവിടെ സൗഖ്യമാകണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്റെ വചനം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇവിടെ സ്വീകരിക്കാൻ ആളില്ലെങ്കിൽ ഈ വചനം ബാംഗ്ലൂർ വിട്ടിറങ്ങും. അതുകൊണ്ട് വചനം പറയുന്നത് വേഗത്തിൽ ഓടുന്ന വചനം. ആമേൻ. പാസ്റ്റർ സുനിൽ പറയുന്നത് ഇവിടെ നിന്നൊന്നും ഇറങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ലെന്ന്. ആമേൻ, ആമേൻ. വിടരുത്, വിടരുത്. ഒരുപാട് പ്രസംഗം നീ കേട്ടു, പക്ഷെ ഇന്ന് പകൽ
സഭയായി ഞങ്ങൾ തുറന്നൊരാത്മാവിനെ ഞങ്ങളുടെ മുൻപിൽ കാഴ്ചവെക്കുകയാണ്. ഇതിന്റെ അകത്ത് വീഴുന്ന ഒന്നും കർത്താവെ നഷ്ടമായി പോകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, രോഗസൗഖ്യം പ്രാപിച്ചവരായി, വെളിപ്പാടുകളും ദൈവശക്തിയും അതിന്റെ പൂർണ്ണതയിൽ പ്രാപിച്ചവരായി, ശുശ്രൂഷ പ്രാപിച്ചവരായി മടങ്ങുവാൻ ഞങ്ങളെ തന്നെ തുറന്ന പാത്രങ്ങളായ ഞങ്ങളുടെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ സമർപ്പിക്കുന്നു. അതങ്ങനെ അംഗീകരിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. പാസ്റ്റർ പറഞ്ഞു ഇവിടെ നിന്നൊന്നും വിടത്തില്ലെന്ന്. പക്ഷെ അങ്ങനെ ഒരു ആത്മാവുണ്ടെങ്കിൽ അടുത്തൊരു ദൂത് ഞാൻ പറയാം. ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്നും ചിലത് ഇങ്ങോട്ട് പാഞ്ഞു കയറാൻ പോവാ. ആഫ്രിക്കയിൽ ആരോ റിജക്ട് ചെയ്യുന്നത്, അമേരിക്കയിൽ ആരോ റിജക്ട് ചെയ്യുന്നത്, കാനഡയിൽ ആരോ റിജക്ട് ചെയ്യുന്നത്. വരുന്നു വേഗത്തിലോടി.
നിങ്ങളുടെ രോഗമുള്ള ശരീരഭാഗത്ത് നിങ്ങളുടെ കരമെടുത്ത് വെച്ചേ. എന്ത് രോഗത്താൽ നീ ഭാരപ്പെടുന്നു, ആ ശാരീരിക രോഗത്തിന് മേൽ നിന്റെ കരം വെച്ചേ. റൈസൻ തോമസ് അല്ല സൗഖ്യമാക്കുന്നത്, ഞാൻ എന്റെ വചനമയച്ചവരെ വിടുവിക്കും. എന്റെ വചനം, എന്റെ വചനം, എന്റെ വചനം, എന്റെ വചനം, എന്റെ വചനം. പിതാവേ, അങ്ങയുടെ അനുവാദത്തോടെ ഇന്ന് രാത്രി ഒരു വചനത്തെ പുറപ്പെടുവിപ്പിക്കുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. Receive your healing. Receive your healing. ഈ രാത്രി അധികാരത്തോടെ ഞാൻ പറയും, check your body, check your body, check your body. Now you can check your body. Amen, amen, amen. കാരണം പുറപ്പെട്ടത് റൈസനല്ല, പുറപ്പെട്ടത് പ്രസംഗമല്ല, പുറപ്പെട്ടത് വചനം. ആമേൻ. വചനം വെറുതെ വരത്തില്ല, വചനം വെറുതെ വരത്തില്ല. ഇല്ല, കണ്ണടച്ച് ഇല്ല, മഹത്വം ദൈവത്തിന് കൊടുത്ത്, ഇല്ല, മഹത്വം ദൈവത്തിന് കൊടുത്ത്. വചനത്തെ സ്വീകരിക്കാൻ ഒരു മനസ്സ്, വചനത്തിന്റെ ആത്മാവ്. രാത്രി ആരുടെ മേൽ സൗഖ്യം നടക്കും? നീ പറയുന്നു ബ്രദർ എല്ലാം പാഴും ശൂന്യവും, നീ പറയുന്നു സിസ്റ്റർ എല്ലാം പാഴും ശൂന്യവും. പക്ഷെ അതിനകത്തെ സാധ്യത, ആ പാഴും ശൂന്യവുമായ അവസ്ഥയിലും എന്തോ ഒരാത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം വചനം പുറപ്പെടാൻ തയ്യാർ, വചനം പുറപ്പെടാൻ തയ്യാർ, വചനം പുറപ്പെടാൻ തയ്യാർ, വചനം പുറപ്പെടാൻ തയ്യാർ. ശാരീരിക ക്ഷീണങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ബലഹീനതകൾ നീങ്ങട്ടെ. തൈറോയിഡ്, തൈറോയിഡ് എന്താ പറയുന്നത്? തൈറോയിഡ്, യേശുവിൻ നാമത്തിൽ തൈറോയിഡ് രോഗത്താൽ ഭാരപ്പെടുക ചിലതിന്ന് രാത്രി യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദുർസ്വപ്നങ്ങൾ, ദുർസ്വപ്നങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഫൈബ്രോയിഡുകൾ, ഫൈബ്രോയിഡുകൾ യേശുവിൻ നാമത്തിൽ നീങ്ങി പോകട്ടെ. കണ്ണടച്ച്, കണ്ണടച്ച്, പ്രാർത്ഥിച്ച്, 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 പ്രാർത്ഥിച്ച്. ജീസസ് നെയിം. You are the Lord, my healer. You sent your word and you healed my disease. You are the Lord, my healer. യേശുവേ, പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ നിത്യപിതാവേ, ഈ രാത്രി ഞങ്ങളുടെ ജനത്തോടുകൂടെ ഇരുന്നതിനായി നന്ദി. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ വിശ്രമിക്കും. മേഘം ഇവിടെ താണതിനാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ജനത്തോടുകൂടെ ദിവ്യ സാന്നിധ്യം ഇരിക്കണം. ഞങ്ങളുടെ ജനം വിശ്രമിക്കുമ്പോൾ അങ്ങയുടെ ബലമുള്ള കൈ അവരുടെ ജീവിതങ്ങളിൽ ക്രിയ ചെയ്യണമേ. ചുറ്റുവട്ടങ്ങളിൽ നിന്ന് കീഴടങ്ങേണ്ട ശക്തികൾ കീഴടങ്ങി മാറുവാൻ ദൈവിക പരിശുദ്ധാത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് വീടുകളെ, ഭവനങ്ങളെ, പട്ടണങ്ങളെ, രാജ്യങ്ങളെ മറവ് ചെയ്യട്ടെ. സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങൾ സൂക്ഷിച്ചാൽ മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.